ഹലോ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് കാലമായിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു. അമ്മ 10ാം ക്ലാസ്സിൽ പഠിച്ച് സ്കൂളിലേക്ക് ഒന്ന് അമ്മനെ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ ഇന്ന് കരുതി എന്നാൽ പിന്നെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനും അമ്മയും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ജസ്റ്റ് വല്യമ്മ ആ സ്കൂളിൽ തന്നെ പഠിച്ചത്. അപ്പോൾ വല്യമ്മേനോടും ചോദിച്ചപ്പോൾ വല്യമ്മയ്ക്കും ആ സ്കൂൾ കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വല്യമ്മയും അപ്പുട്ടനും ഞാനും അമ്മയും കൂടിയാണ് ഇപ്പോൾ സ്കൂൾ കാണാൻ വന്നത്. ഇവിടെ ഇപ്പോൾ സ്കൂളിൽ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കാൻ പോവാണ്. അപ്പം സ്കൂള് ആദ്യം ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചിട്ട് പുതിയതാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് തന്നെ വന്നത്. ഞങ്ങളിപ്പോൾ വന്നപ്പം തന്നെ കുറച്ച് ഭാഗമൊക്കെ പൊളിച്ചിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്, പഴയത് പോലെയല്ല. അങ്ങനെ ദാ അമ്മ പണ്ടത്തെ ഓരോ ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയോ? പിന്നെ അമ്മമാര് പഠിച്ച സ്കൂള് കാണാൻ വന്ന ഞങ്ങള് തൊണ്ടയിൽ കിച്ച് കിച്ച് വെച്ചക്കണെന്ന്. ഈ പൂവ് കൊറേ ഉണ്ടായിട്ട് നല്ല രസമല്ലേ? ഇത് മുള്ളുങ്കായന്റെ മരാ? ഇത് ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. ആര്? അതോ സ്കൂളാ? ഫ്രണ്ട് കൂടെ എടുത്ത് PVS കോളേജ് സ്കൂളൊക്കെ ഉള്ളത്. ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് ഇത്ര അടുത്തായിരുന്നു കോളേജ്. അയ്യോ, ഇത്രയും വലിയ ഗ്രൗണ്ട് അവിടെ. ഈ മൊട്ടക്കുന്നിന്റെ മുകളിൽ സ്കൂൾ എങ്ങനെ ചൂടത്ത് ക്ലാസ്സിലിരിക്കുക. മറ്റേ സോങ് ഒരു വട്ടം കൂടി തിരുമറ്റത്ത് കുങ്കുമപ്പൂക്കെ ഉണ്ടല്ലോ. സ്റ്റേജൊക്കെ ഉണ്ടേനി ഇവിടെ മുന്നിലൊക്കെ എന്തേനി ബിൽഡിംഗ് തന്നെ ക്ലാസ് ഉണ്ടേനി. അത് എന്താ മറ്റേ ഇങ്ങനെ ചതുരം പോലെ ഇങ്ങനെ അവിടെയാണ് 10ാം ക്ലാസ്. അപ്പുറത്ത് 5ാം ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അപ്പുറത്തും 10ാം ക്ലാസ് കാണിച്ചിട്ടുണ്ട് അവിടെ. ഓ, ഇവിടെ വന്നപ്പോ ഒരു വല്ലാത്ത ഫീല്. ഞാൻ വീഡിയോ എടുക്കാം. ക്ലാസ്സിൽ കൂടെ നടക്കാം. അതിലാവുമ്പോ കൂടി ഒക്കെ അതിലൊക്കെ പണ്ടേ ഉള്ളതാ. ഒരു രസമൊക്കെ ഉണ്ടല്ലേ കാണാൻ. ഇവിടെ കിണറിനെ വെള്ളം കിട്ടാത്ത ഒരു ബക്കറ്റ് വെള്ളം ഒരാള് കോരി പകുതി എത്തുമ്പോഴേക്ക് അതിൻ്റെ അകത്തേക്ക് എല്ലാവരും കൂടി കോരുമ്പോൾ അത്ര ഇടും. എന്നിട്ട് ആർക്കും വെള്ളം കിട്ടില്ല. ഓരോരുത്തരും കളി ചോറിന് കയ്യിൽ കണ്ടിട്ട് അത് ഞങ്ങളൊക്കെ എവിടേക്കോ നടന്നു പോയിരുന്നു. ഇവിടെ കുട്ടികൾ കുറവാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തിപ്പിച്ചെടുത്തതാണ്. ഇവർക്കൊന്നും അറിയാത്ത ഇവരൊക്കെ പഠിച്ചറിയും. കൊറേ കാലം കഴിയുമ്പോ പിന്നെ 8ാം ക്ലാസ് ഈ ക്ലാസ്സിലേക്ക് കയറാൻ പറ്റീനി. മേശ നിൽക്ക കണ്ടോളാൻ പറഞ്ഞിട്ട് അല്ല ഓള് പറ കേറിട്ടേ അതെ കുട്ടികളെ കൊണ്ടാണെങ്കിൽ പ്രശ്നം.
അതുകൊണ്ട് എനിക്ക് കണ്ടോളം പറഞ്ഞു. ഇവിടെ കൂടെ ഇരുന്ന മേനകൊക്കെ പോയില്ലേ, എത്ര ആൾക്കാർ കൂടെ ഇരുന്നത് പോയി. ആ മേനകൊക്കെ എൻ്റെ കൂടെ പഠിച്ചേനില്ലേ. ഓള് ഞാൻ ഒരു ബെഞ്ചിലേക്ക് മരിച്ചു. ഓള് മരിച്ച്. അതുപോലെ ഞങ്ങളെ കൂടെ പഠിച്ച രാജേഷ്, ആ ഇവിടെ കേക്കണ്ടല്ലേ. ഓഫീസ് റൂം എവിടെ? ഇവിടെയാണോ കഞ്ഞിപ്പുര? ഇതാണോ ഓഫീസ് റൂം? അപ്പൊ അന്ന് ചോറൊന്നും ഉണ്ടാവില്ല ഇനി? ചോറ് കൊണ്ടായിരുന്നു അന്ന്. ചോറ് എന്നാല് ബാഗ് താഴേക്ക് അപ്പുറത്തേക്ക് വന്നോ. ഓഫീസ് റൂം, അന്നത്തെ ഓഫീസ് റൂമിന് ഒരു മാറ്റമില്ലല്ലേ. ലാബൊക്കെ ഉണ്ടോ ഇനി? ടീച്ചേഴ്സ് റൂം അപ്പുറത്തേക്ക്. ലാബ് ഇവിടെ നിന്നാണ് ആർത്തവത്തിനെ പറ്റിയിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. അതിന് രഹസ്യമായിട്ട് പെൺകുട്ടികളെ മാത്രം കൊണ്ടുവരികയും പിന്നെ ഓരോരോ ഇതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായില്ലേ. അസ്ഥി കൂടൊക്കെ ആദ്യമായിട്ട് കണ്ടത് അതൊക്കെ ഇവിടെയാണ് പ്രിൻസിപ്പൾ അല്ലേ? ഇതൊന്നും മാറ്റിയിട്ടില്ല, ഇതൊക്കെ സെയിം തന്നെ. ടീച്ചർമാരുടെ റൂം, ഇത് മാഷന്മാരുടെ റൂം. ദാമോദര മാഷ പൂട്ടിയിട്ടതോ? എന്തിന്? നല്ല അധ്യാപകനുള്ള അവാർഡ് കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോഴോ ഇവിടെ സ്കൂളിൽ കുട്ടികളൊക്കെ കൂടി എന്തോ പ്രശ്നം ഉണ്ടാക്കി. അയാളെ റൂമിൽ ഒരു ദിവസം ഓഫീസ് റൂമിൽ കൂട്ടിയിട്ട് ഭയങ്കര പ്രശ്നം. അന്ന് ഇവിടെ ഒരു പൈപ്പിട്ടില്ല. മാഷുമാർക്കൊക്കെ കഴിഞ്ഞില്ല ഒരു പൈപ്പിട്ട. മാഷുമാർക്ക് മാത്രം പൈപ്പ്? ഇതാണ് എന്റെ 10ാം ക്ലാസ്. ഇതൊന്നായിട്ട് മുട്ടിച്ചാഞ്ഞല്ലോ. മുട്ടിച്ച് ഇവിടെ ഡോറൊക്കെ ഒരു ഹാളാക്കിക്കപ്പോ ഇവിടെ 10ാം ക്ലാസ് ഉണ്ട് ഇനി? ഇവിടെ ഒരു ക്ലാസ്, ഇവിടെ ഒരു ക്ലാസ്. 2 ക്ലാസ് മാത്രമേ? കൊറേ ക്ലാസ്. ടീച്ചർമാരുടെ റൂമുകളെന്തോ ആ ഭാഗത്തൂടി ആക്കി ഡോറ്. ഇവിടെ ടീച്ചറുള്ളൂ കൂടി കൈയിട്ട് കല്ലിന് എല്ലാവരും ബുക്ക് വാങ്ങി പോകല്. അന്ന് ഗിരീഷും സുരേഷൊക്കെ പറഞ്ഞില്ലേ ഗ്രൂപ്പില്, ബിനിയാന്റെ ബുക്ക് വാങ്ങിട്ട് ഞങ്ങളൊക്കെ പഠിച്ച ഞങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മയില്ലേ ഈ ജനങ്ങളുടെ കൂടി. ഇതിന്റെ ക്ലാസ് കൊറേ ക്ലാസ് ഇവിടെ ഇത് ഒക്കെ ജനവാതിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചില്ല ഇപ്പോ, കണ്ടിട്ട് ഉപയോഗിക്കാത്ത. ഇതൊക്കെ ഉപയോഗിക്കണ്ടല്ലോ, ഇതൊക്കെ പുതിയ ക്ലാസ് ആണല്ലോ. അപ്പുറത്തൂടെ ആക്കിയിരിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ഒക്കെ പോലെയൊക്കെ ഉണ്ടാക്കിക്കണല്ലോ. ആദ്യം ആവുന്നില്ലേ? അല്ലാതെ +2 ആക്കിയേക്കൂ. ഇത് നോക്ക്, +1 +2 ഇങ്ങനെ കുട്ടികൾ ചെയ്താലും ഇത് ചിലപ്പോ ഈ ഭാഗം ഒന്നും യൂസ് ആക്കില്ല. പണ്ടത്തെ കിണറും മറ്റേ പമ്പേഴ്സ്, സിമ്പിൾ അവിടുത്തെ പമ്പേഴ്സ് പോലത്തെ. നെല്ലിക്കോ? അതാ ഇവിടെയൊക്കെ ഉണ്ട് പുളിയോ. ഇത് മറ്റേതാ അല്ല, വാഗ. എത്രയോ അടി ഉണ്ടാക്കി, എത്രയോ ചോറും പാത്രങ്ങൾ വീണ കിണറ് അത്. അതന്നെ അന്നൊക്കെ ഒരു ചോറും പാത്രം പോയി വീട്ടിലേക്ക് ചെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റൂ. അങ്ങനത്തെ കാലാണ്. ഉണ്ടാവും വാങ്ങി തരാനുള്ള പിറ്റേന്ന് ചോറ് കൊണ്ടുവരാതെ നിൽക്കാന്നല്ലാണ്ട് ചോറ് പാത്രം ആരും വാങ്ങി തരില്ല. അന്ന് ഇന്നത്തെ പോലെ ബാഗൊന്നും ഇല്ലല്ലോ. പുസ്തകം ഇങ്ങനെ പിടിച്ച് പോണ്ടേ ബസ്സിലൊക്കെ. നിങ്ങളൊക്കെ ഇപ്പൊ എത്ര സ്വർഗത്തിലാ.
ഓഫീസ് റൂമില്ല. പക്ഷെ ഇവിടെ ഒരു രസമുണ്ടല്ലേ, ഒരു പാറന്റെ നല്ല ഭംഗിയല്ലേ. കൊച്ചിപടിയൊക്കെ ഇങ്ങനെ വൃത്തിയോടൊന്നും ഉണ്ടാവില്ലേ, എല്ലാരും അടിച്ചല്ല. ഇവിടെ എന്താ ഒരു തറ? ഇവിടെയൊക്കെ പാറല്ലേ. അല്ല ഒരു തറ പോലെ. ഇതെന്താ തറന്ന് എനിക്കറിയാം. സ്റ്റേജൊക്കെ സ്റ്റേജ് അവിടെ ഇത് അസംബ്ലി. ആ കൊടിമരം. ആര്? ഞങ്ങൾക്കും അയാള് ജനലുള്ള ഇങ്ങനെ വെച്ചിട്ട് ഷോർട്സ് ആക്കാൻ പറ്റും. ചെറിയൊരു ജനലേനില്ല അന്നിവിടെ. ആ ജനലുള്ള കൂടി നോക്കും. ജനലൊക്കെ ഇങ്ങനത്തെ ഷോർട്സ് വേണ്ടേ. എന്നിട്ട് വടിയെടുത്തൊരു വരവാ. അയാളെ കണ്ടാൽ തന്നെ എല്ലാരും ഒരു സ്കൂളിന്റെ ഇതൊന്നും എഴുതി എത്തിച്ചിട്ടൊന്നും ഇല്ലല്ലോ എവിടെയൊന്നും എന്തെങ്കിലുമൊക്കെ. ഇവിടെ ഇപ്പൊ സ്കൂൾ ഇല്ലേ? ഉണ്ട്. കുട്ടികൾ പ്രവർത്തിക്കാത്തോണോ അല്ലേ? ആ കുട്ടികൾ കുറവാണെന്നൊക്കെ പറയും. ഇവള് വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ല വൃത്തിണ്ടായിരുന്നു. ഒക്കെ അടിച്ചു തരാത്തോണം. ചിലപ്പോ ഇവിടെ അടിച്ചു തരാനൊന്നും ആരും ഇരിക്കും. പിന്നെ എന്തെങ്കിലും അവിടെയൊക്കെ ഇങ്ങനെ നടപ്പാക്കിയിട്ട് നാശാക്കി. ഇവിടെയൊക്കെ പിന്നെ എന്താ മീറ്റിംഗ് ഒക്കെ വെക്കാലോ അല്ലേ? അതാ അപ്പട്ടെ. ആരാ? ഹലോ, ഞങ്ങളിവിടെ എത്തി. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? എന്ത് പറയണ സ്കൂളിൽ കൊണ്ടുവന്നിട്ട്? ഭയങ്കര ഹാപ്പി. പക്ഷെ എത്രയും സങ്കടമുണ്ട്. എത്രയും സങ്കടമുണ്ട്, ഹാപ്പി ഉണ്ട്. ഇനി വല്യമ്മന്റെ അഭിപ്രായം കരയും അങ്ങനൊക്കെ പറയും. സന്തോഷം സന്തോഷം. കൊണ്ടുവന്ന മക്കളെ കുറിച്ചൊന്നും പറയാനില്ല. മക്കളോടാണ് സന്തോഷം പറയാനുള്ളത്. അല്ല, മക്കൾക്ക് ഇതിന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചതില് ഒരുപാട് നന്ദി അറിയിച്ചു. അത് കട്ടാക്കിട്ട് വേറെന്താ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറ്റി വിട്ട ആ ചേട്ടനോടും എല്ലാരോടും ഇവിടെ വന്നിട്ട് മാധവൻകുട്ടി പിയൂണില്ലേനിയാ ഓരോക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വിലാസിനി ചേച്ചിനെയും പിന്നെ ഒരുപാട് മാഷന്മാരും ടീച്ചർമാരെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സുകളെ അതിനേക്കാളും കൂടുതൽ ഏറ്റവും അധികം ഫ്രണ്ട്സുകളെ മിസ് ചെയ്യുന്നുണ്ട്. ഓരും കൂടി വേണ്ടിനി. പക്ഷെ ഓരോ കൂട്ടി തീർച്ചയായിട്ടും വരും. ഇവിടെയാണ് 9ാം ക്ലാസ്. ഇവിടെ ഉണ്ടായിനി. ഈ ഭാഗം ഞാൻ കാണിച്ചില്ല. ഈ ഭാഗത്ത് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിനി. മറക്കാൻ കഴിയാത്ത ക്ലാസ്. ഈ ഇതൊരു എന്തേനി സ്റ്റേഡിയോ എന്താ സ്റ്റേജ്? സ്റ്റേജിന്റെ ബാക്ക് തന്നെയാണ് ഞങ്ങളെ ക്ലാസ്. ഇതൊക്കെ ഇപ്പോ പുതിയത്. സ്പോർട്സ് എവിടെ നിന്ന് ഉണ്ടാവുക? ആ വലിയ ഗ്രൗണ്ടായിനി, മൊത്തം ഗ്രൗണ്ടായിനി. ഇങ്ങനെ താഴ്ചയൊന്നുമില്ലേനി. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ സ്പോർട്സ് കാണും. ഇവിടെ നല്ല വെയിലല്ലേ ആയാലുണ്ടാവുക. അപ്പം ഇവിടുന്ന് സ്പോർട്സൊക്കെ കാണും. യൂത്ത് ഫെസ്റ്റിലാണെങ്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ തന്നെ ഞങ്ങളുണ്ടാവും. രമണിയും സുധിയും ശ്രീജിയും ഓരൊക്കെ ഉണ്ടാവും. ഒപ്പനയ്ക്കും ഇതിനൊക്കെ. അസ്തമയ സൂര്യൻ 3 കൊല്ലം സ്കൂളിൽ പഠിച്ചിട്ട് ആദ്യമായിട്ടാണ് അസ്തമയ സൂര്യനെ കാണുന്നത് ഇവിടെ നിന്നിട്ട്. ഈ സമയത്തൊന്നും ഇവിടെ നിൽക്കാനുള്ള. അത് എത്ര മണി വരെ സ്കൂൾ ഉണ്ടാവുക? 4 മണി വരെ. സ്കൂൾ വിട്ട് അപ്പോൾ ഓടണ്ടേ ബസ് കിട്ടി വീട്ടിലെത്തണമെങ്കിൽ. ഗുരുവായൂരപ്പൻ കോളേജോ? അതാ ഫ്രണ്ട്സ്, അമ്മന്റെ ഫ്രണ്ട്സ്.
പ്രത്യേകം പറഞ്ഞു പിന്നെ എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അല്ലല്ലല്ല അങ്ങനെയല്ല പറഞ്ഞേ. അതല്ല നിങ്ങൾ ഇന്ന് ഫോൺ വിളിച്ചിട്ടേ പറയുന്നത് വെയിറ്റ് എടുക്കാൻ പാടില്ല. ആ അന്ന് ലീവ് ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഫോട്ടോ തരാം. പിന്നെ തൊട്ടടുത്ത ക്ലാസ്സിലായിരുന്നു പുസ്തകത്തിന് അന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൊണ്ടുപോയില്ല നമ്മള്. വേഗം പോയിട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റിയ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അപ്പുറം ക്ലാസ്സിലാണ്. എത്രയും പെട്ടെന്ന് കിട്ടുക. വാ ഒരു ഫോട്ടോ എടുക്കേ. തൊട്ട് മാറിപ്പോയില്ലേ? ഇവിടെ 9ാം ക്ലാസ് ഒക്കെ ഉണ്ടായി. അവിടെ 9ാം ക്ലാസ് അപ്പുറത്തുള്ള ചെറിയ ക്ലാസ് ഒക്കെ പോയില്ലേ? UP അല്ല, UP ഒക്കെ ആദ്യം പഠിച്ചു. UP സൈഡില് നിങ്ങളിവിടെ തന്നെ പഠിച്ചു. ശരി. ഓൾ ഇന്നലെ പോയിട്ടോ? പോയില്ല. ഇന്നലെ എത്ര കാലം കഴിഞ്ഞിട്ട് തന്നെ ആ അതെ 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 35 കൊല്ലായിരുന്നു അല്ലേ? 14 ഓളെ ഞാൻ കണ്ടിക്കണേ. പിന്നെ നമ്മൾ കുറെ വിട്ടുപോയല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു പരിചയപ്പെട്ടായി വന്നെ വിചാരിച്ചിട്ട് ഉണ്ടാകുന്നതാ. കുറെ ഏതോ പെരുമണിയൊക്കെ വന്നതല്ലേ. അവന്റെ പേരെനിക്ക് ഓർമ്മയുണ്ട്, മുഖം ഓർമ്മയുണ്ട്. പിന്നെ കുറെ 34 കൊല്ലായില്ലേ കാണാത്തത്. ഈ അന്ന് കണ്ട ഞാനായിരിക്കും ഇന്ന് ഉണ്ടാവുക. ഒരുപാട് വ്യത്യാസം അല്ലേ? ഗണേശന് വലിയ മാറ്റമൊന്നുമില്ല. ഒരു വലിയ മാറ്റമൊന്നുമില്ല. ഞാൻ എന്റെ മനസ്സിലുണ്ടായി കുറച്ചുകൂടി തടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇന്ന് വരില്ല നല്ല രസമായി. അന്ന് എന്ത് ഡാർക്ക് അവിടെ കടച്ചില്ലേ. ഓ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയാണ്. പണ്ടത്തെ ബോർഡ് ചുമരിലല്ലേ ഇങ്ങനത്തെ. ഇപ്പൊ എല്ലായിടത്തിലും മറ്റേതാക്കിയില്ലേ. അയ്യോ ഇവിടെയൊക്കെ ഇപ്പോഴുണ്ട്. ഇപ്പൊ പോകുമ്പോ എന്താ കഴിക്കടാ. നിങ്ങളിവിടെ നിന്ന് അഴവിറക്കിക്കോളി. ഇത് PVSന്റെ അല്ലേ? ഇത് കോളേജിന്റെ ബാക്കിയല്ലേ? അത് ഇതാണ് ഇത് ചെറിയ ക്ലാസ്. ഈ ഭാഗത്ത് ഇവിടെ ചെറിയ ക്ലാസ് ഇപ്പൊ ആയിരിക്കും. പറയൂ അമ്മേന്റെ. എടുത്തില്ലേ